ശ്രീ ആരിഫ് ഹുസൈൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ആരിഫ് ഹുസൈൻ, ഇതൊക്കെ കൃത്യമായി തന്നെ തരംതിരിച്ച് ഇതിനൊരു മീറ്ററൊക്കെ നിശ്ചയിച്ച് ഇതിങ്ങനെയാണ്, ഇത് വെള്ളാപ്പള്ളി പറയുന്നതൊക്കെ പക്ക വർഗീയമാണ്, അതിനൊക്കെ കൃത്യമായി തന്നെ അകറ്റപ്പെടേണ്ടതാണ്, അതൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നൊരു വ്യാഖ്യാനം നൽകുന്നു. എന്നാൽ സാമാന്യവൽക്കരിക്കപ്പെടുകയാണ് മറ്റുള്ള വർഗീയതകളെല്ലാം. ഇതിനൊക്കെ ഒരു പൊതുബോധം ഉണ്ടാക്കുന്നത് സംഘടിതമായെന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ? മതേതരത്വം എന്താണെന്നും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് അത് നാട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് സത്യത്തിൽ ആരാണ്, ഇതിനുള്ള സെറ്റിംഗ് നടത്തുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യാത്ര ഇവിടെ നടക്കുന്ന, എനിക്ക് തുടക്കത്തിൽ ചോദിച്ച ഓഡിയോ വിഷയമുള്ളതുകൊണ്ട് പറയാൻ പറ്റാത്ത ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് ഇവിടെ ഈ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മളിവിടെ കണ്ടത്. അപ്പൊ ഈ ഒരു യാത്രയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആരാണ് ഈ മനുഷ്യർ എന്നുള്ള ചോദ്യം ഇവിടെ നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ അങ്ങനെ എത്ര പേര് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ ഈ വേദിയിൽ പോയി മതേതരത്വത്തിന് വേണ്ടി സംസാരിച്ച അല്ലെങ്കിൽ അതിനു വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയ ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി ആയാലും സതീശനായാലും, ഈ ചോദ്യം അവർ അവിടെ ചോദിച്ചെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അവർ ചോദിച്ചിട്ടില്ല. കാരണം ആരാണ് ആ മനുഷ്യർ? ആ മനുഷ്യരിൽ എവിടെയെങ്കിലും ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. ഈ പറയുന്ന കൂട്ടത്തിൽ ഇത്രയും വലിയ ജനസാഗരം എന്നൊക്കെ അവർ വിളിക്കുന്ന ആ ഒരു സംഗതിയിൽ എവിടെയെങ്കിലും ഒരു സ്ത്രീ സാന്നിധ്യം അവർക്ക് കാണാൻ സാധിച്ചോ? ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചോദിക്കേണ്ടത്. ഇത് തന്നെ സൂചിപ്പിക്കുന്ന എന്താണ്? ഒരു ഇസ്ലാമിക ഒരു നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമൂഹം, ആ സമൂഹം അവർ പറയുന്ന രീതിയിൽ മനുഷ്യർ എന്നുള്ള സാധനത്തിന് വരെ അവർ ഡെഫിനിഷൻ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് സ്ത്രീകൾ പെടില്ല എന്നുള്ളതും കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ മതന്യൂനപക്ഷവും അതുപോലുള്ള കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ബാക്കിയുള്ളത് എന്നുള്ളത് ഇതിനു മുന്നേ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ മതേതരത്വം എന്ന് പറയുന്നതായാലും മനുഷ്യർ എന്ന് പറയുന്നതായാലും ഡെമോക്രസി എന്ന് പറയുന്നതായാലും എല്ലാത്തിനും ഇനിയൊരു പുതിയ ഒരു ഡെഫിനിഷൻ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കണ്ടൊരു വാർത്തയുണ്ട്, ഈ ലൈംഗിക ന്യൂനപക്ഷം ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് ഇതേ ഷാജി പറഞ്ഞ ഒരു കാര്യം. മുസ്ലിം ലീഗിന്റെ നേതാവാണെന്ന് നമുക്കറിയാം. ആള് പറഞ്ഞത് എന്താണ്? അങ്ങനെ ഒരു സാധനം അനുവദിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഇവിടുത്തെ സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത് തന്നെ ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു സുരക്ഷ ഉറപ്പാക്കുക എന്നതും കൂടി പറയുന്ന ഒരു കൂട്ടം ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം കൂടി ഉള്ളതാണ്. ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഈ പറയുന്ന ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളെ കുറിച്ചിട്ട് ഇതുപോലെ വളരെ ഒരു വൈകൃതം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അതിനെതിരെ ഇവിടുത്തെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എന്തെങ്കിലും ഒരു കാര്യം അതിനെതിരെ പറഞ്ഞു വെക്കുന്നുണ്ടോ? അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇനി അഥവാ ഭാവിയിൽ ഈ പറയുന്ന കോൺഗ്രസ് UDF ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ UDF നയം അവർ ചെയ്യുന്ന സമയത്ത് ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അവരെങ്ങനെയായിരിക്കും കാണുക? അങ്ങനെ കാണുന്ന സമയത്ത് എന്തായിരിക്കും ഈ മുസ്ലിം ലീഗ് അവരോട് എടുക്കുന്ന സമീപനം? ഇത് നമ്മൾ ചോദിക്കണം. അങ്ങനെ ഓരോ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വരുന്നത്. ഇതൊരു വലിയ അപകടമാണ്. നമ്മൾ ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമിയെ ഇവിടെ വലിയ തോതിൽ എതിർക്കുമ്പോഴും മറുവശത്ത് നടക്കുന്നതും ഇത് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു കാടടച്ച് വെടിവെക്കുന്നതിനേക്കാളും മുന്നേ ഇതിനൊരു പ്രയോറിറ്റൈസേഷൻ നടത്തുമ്പോൾ ആദ്യം നമ്മൾ എതിർക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയും അവർ മുന്നോട്ട് വെക്കുന്ന അജണ്ടയുമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതിനെ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അതിനർത്ഥം ആ ഒരു മറപിടിച്ചുകൊണ്ട് ഇവിടെ തങ്ങളുടേതായിട്ടുള്ള ഈ മതരാഷ്ട്രം അത് മറ്റൊരു രൂപത്തിൽ അതിനെ ഇതേപോലെ കൊണ്ടുവരുന്ന ഈ തരത്തിലുള്ള സമസ്തയുടെ രൂപത്തിലും അതല്ലെങ്കിൽ APK സുന്നികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന അത്തരം സംഗതികളും ഒരേപോലെ തന്നെ ചെറുക്കേണ്ട കാര്യമാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിവിടെ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ കാന്തപുരത്തിൻ്റെ ഒരു ശബ്ദശകലം കേട്ടു. ഇതേ കാന്തപുരം തന്നെ സ്ത്രീകളെ കുറിച്ച് പറയുന്ന വളരെ മ്ലേച്ഛമായ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അവർ വീട്ടിലിരിക്കേണ്ടവരാണ്, അവരങ്ങനെ പൊതു മേഖലകളിലേക്കൊന്നും വരേണ്ടവരില്ല, ഇതുപോലുള്ള ഇസ്ലാമിക ലോകത്ത് പല ആളുകളുണ്ട്, അവരാരെങ്കിലും ഈ എയറോപ്ലെയിൻ ഓടിക്കുന്നതും സർജറി നടത്തുന്നതും ഒക്കെ പുരുഷന്മാർ തന്നെയല്ലേ, എവിടെയെങ്കിലും സ്ത്രീകളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ പ്ലേ ചെയ്ത് കൊടുക്കാം. അവിടെയാണ് ഒരു സംശയം വരുന്നത്. അങ്ങനെയുള്ള കാന്തപുരത്തിന് മുന്നിലാണ് VD സതീശനും പിണറായി വിജയനൊക്കെ പോയി ഉറപ്പ് കൊടുക്കുന്നത്, ഞങ്ങൾ ഇതാ മതേതരത്വം സംരക്ഷിച്ചോളാം. അതെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ പറയുന്ന മതേതരത്വം എന്തെന്നുള്ളത് ഇവരാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ പറയുന്ന APയും EKയും ഒക്കെ പറയുന്ന ഇത്തരം സമസ്ത കൂട്ടങ്ങൾ പറഞ്ഞു വെക്കുന്ന മതേതരത്വത്തെ ഡിഫെൻഡ് ചെയ്യേണ്ട പണിയാളുകളായിട്ട് അധപ്പതിക്കുന്ന ഒരു കാഴ്ചയാണ് സത്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ല, ഇത് റീഡിഫൈൻ ചെയ്യേണ്ട സംഗതിയൊന്നുമല്ല ഈ പറയുന്ന ഡെമോക്രസി അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്നത്. അതിന് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒറ്റ കാര്യം പറയാനുള്ളൂ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു സമുദായ പാർട്ടിയായിട്ട് നിലനിന്നുകൊണ്ട് ഇതുപോലെ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന രീതിയിൽ നിലനിൽക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ല. ഈ പറയുന്ന സെക്യുലറിസം എന്ന് പറയുന്ന സാധനത്തെ ഇവർ ഉയർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ അവർക്ക് നഷ്ടമാണ്. പിന്നെ അതിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള റീഡിഫൈൻ ചെയ്തുകൊണ്ടുള്ള പുതിയ ഇതുപോലുള്ള കെട്ടുകാഴ്ചകൾ നമ്മൾ കാണുന്നതും അതിൽ പോയി തലവെക്കുന്നതും നമ്മളിവിടെ ഈ രാഷ്ട്രീയ നേതൃത്വം ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഇതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇത് ആര് തന്നെ ചെയ്താലും ബാധകമാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഭാവിയിൽ ഇനിയിപ്പോൾ RSSകാർ വന്നിട്ട് മതേതരത്വം എന്ന് പറഞ്ഞാൽ വേറെയാണെന്ന് പറഞ്ഞാൽ അതിനെയും നമ്മൾ പറയേണ്ടത് ഇതേ വാദം തന്നെയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല ഇവിടെ കാണുന്നത്. അവർ ചെയ്യുന്നത് എന്താണ്? അവർ ഈ പറയുന്ന മതേതരത്വം നമ്മളുടെ ഒരു ആക്സെപ്റ്റ് ചെയ്യുന്ന സാധനമാണെന്ന് പറഞ്ഞാൽ അവർ അതിനോട് ചേരുന്ന രീതിയിൽ കാണുമ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്? ഇതാണ് ഞങ്ങളുടെ പുതിയ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അവതരിപ്പിക്കുന്നതാണ് കാണുന്നത്. ആ വ്യത്യാസം നമ്മളിവിടെ അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സാധനത്തിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നതും അതിനെ തന്നെ എടുത്തു പറയേണ്ടി വരുന്നത്. ആ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്.